ഇങ്ങനെ ഫോണിനെ പോലെ ഇങ്ങനെ എടുത്ത് വയ്ക്കാൻ പറ്റും. മഴയത്ത് ഷൂട്ടിനാണ്. ഈ സർവീസ് കിട്ടിയോണ്ട് കുഴപ്പമില്ല. നല്ല മഴയാണ്. ഈ മഴയത്തൊക്കെ ഷൂട്ടിന് പോകുന്ന കേസാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ പാട്. അപ്പം ആദ്യം അജ്മലിനെ പിക്ക് ചെയ്യാൻ പോകണം. എന്നിട്ട് ശ്രീകുട്ടി കോവളത്ത് നേരെ വരും. അവൾ വെറ്റി ഷൂട്ടുണ്ട് നേരെ അജ്മലിൻ്റെ അടുത്ത്. റീൽസിലൊക്കെ കാണും പോലെ ഉണ്ടല്ലോ, ഡോർ ഇങ്ങനെ അടച്ച് അങ്ങനെയുള്ള കുറച്ച് സംഭവം ഞാൻ നോക്കട്ടെ പറ്റുമെന്ന്. എത്തിയിരിക്കുന്നു. അജ്മൽ ലാപ്ടോപ്പ് ഒക്കെ ആയിട്ടാണ് വന്നത്. അജ്മൽ പുതിയ ലാപ്ടോപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഏറെ നാളുകളായി അജ്മലിനെ കണ്ടിട്ട്. അജ്മൽ നിനക്ക് സുഖം തന്നെ? ഇതാണ് അജ്മൽ എഡിറ്റിംഗ് പഠിക്കുന്ന ആപ്പ് വന്ന്. ഇതേത് കണ്ടോ? അവൻ വർക്കൊക്കെ ചെയ്യും, അടിപൊളിയാണ്. നമ്മളൊരു കട്ട പ്ലാൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ പൊക്കിക്കൊണ്ടിരിക്കുന്നത് ഇല്ലേ? സാധാരണ ലാപ്ടോപ്പുകൾ ഞാൻ കണ്ടിട്ടുള്ള ഈ രീതിയിലാണ് യൂസ് ചെയ്യണത്. പക്ഷെ ഇവൻ്റെ ലാപ്ടോപ്പ് ഉണ്ടല്ലോ, കാണിച്ചു കൊടുത്തോ കണ്ട, ഇങ്ങനെ ഫോണിനെ പോലെ ഇങ്ങനെ എടുത്ത് വയ്ക്കാൻ പറ്റും. ഇത്രയും സെറ്റപ്പാണ് ഈ ഒരു ലാപ്ടോപ്പ്. ഇതിന് വില എത്ര വന്നോ? 88,000 രൂപയ്ക്ക് ഇങ്ങനെ മടക്കണല്ലോ നോക്കണ ലാപ്ടോപ്പ് കിട്ടും. കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു മീറ്റിങ്ങിനാണ് നമ്മളെല്ലാവരും. ഇവളാണ് ഞാൻ പറഞ്ഞവള്, ഇവളറിയാമല്ലോ. ഇത് സതീഷ് ചേട്ടൻ ഒരു ഹായ്. സതീഷ് ചേട്ടാ ഒരു ഹായ്. വ്ളോഗ് ഗൈസ് വിത്തൗട്ട് പപ്പായ ജ്യൂസ്. നമ്മൾ കടൽ റെസ്റ്റോറൻറ്റ് വീണ്ടും ഇവളെ കൊണ്ട് പ്രമോഷൻ ചെയ്യിപ്പിക്കാൻ പോകുന്നു. ഞാനും അജ്മലും. ഞാൻ ഒന്നും കഴിക്കൂല, അജ്മലും ഇവളും കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. പ്രൊഫഷണൽസിന് മൈക്ക് എല്ലാം ഉണ്ട്. അതും റോഡിൻ്റെ കണ്ടോ? ഈ റോഡിൻ്റെ ബ്രാൻഡാണ് ഈ റോഡ്. അതല്ലേ ഫോറാമിൻ്റെ, അതല്ല ഗിംബൽ എന്നടായി. ഇതിങ്ങനെ ഇരിക്കുവോ? എന്നാ ലൈറ്റ് ലൈഫ് ഓഫ് ഷോർട്ട് ഗേളിൻ്റെ ലൈറ്റാണ്. ഇതാണ് ലൈറ്റ്. ഇത് പ്രൊഫഷണൽസിൻ്റെ കാണുള്ളൂ ഇങ്ങനത്തെ ലൈറ്റൊക്കെ. അതെ. ഇനി ആഹാരം വരട്ടെ, ബാക്കി കാണാം. ഗ്ലാസ് വയ്ക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവന്നു. അല്ല, തെറ്റിപ്പോയി. വെള്ളം കുടിക്കാൻ വേണ്ടി ഗ്ലാസ് കൊണ്ടുവന്നു. വ്യൂ ഉണ്ടോ? കടൽ റെസ്റ്റോറൻറ്റ്. വാഴയിലയിൽ നല്ല ഊണ്. സത്യം കേട്ടോ. കപ്പയുണ്ട്, പച്ചടിയുണ്ട്, അവിയലുണ്ട്, തോരനുണ്ട്. പക്ഷെ നിനക്ക് കൈ വെച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. ചോദിച്ചോ? ചമ്പാവരി ചോറല്ലേ? താങ്ക് യു. ഇത് വിളമീൻ കേട്ടാ. ഇത് കൊഞ്ച്, ഇത് ചൂര, അല്ല നെമ്മീൻ, ഇത് കണവ, അജ്മല്. അമൂറുണ്ട്, വിളമീനുണ്ട്, ചൂരുണ്ട്, നെമ്മീനുണ്ട്, കൊഞ്ചുണ്ട്, കണവയുണ്ട്, കപ്പയുണ്ട്, ചോറുണ്ട്. കടൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് നമ്മളിതാ അടുത്ത് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ പോയിന്റിലുള്ള കടൽ കാണാൻ വന്നിട്ടുണ്ട്. ഈ കടലെന്ന് പറയുമ്പോൾ നമ്മൾ എന്നെ നോക്കണുണ്ടോ? ഈ കടലെന്ന് പറഞ്ഞാൽ പറഞ്ഞുള്ളിയാ ഇതിൻ്റെ ചരിത്രം. പറഞ്ഞുള്ളിയാ. ഇതാണ് വിഴിഞ്ഞം തുറമുഖം ഭാഗമായുള്ള കടൽ. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കടലിൽ വന്ന ഒരുപാട് സംഭവങ്ങൾ കാണാം. ആദ്യം തന്നെ കാണിക്കാം ഇത്ര മാത്രം ചവറ്. പക്ഷെ ഈ ചവറ് കണ്ട് ഒരിക്കലും നെഗറ്റീവ് ആവല്ലേ. ഇവിടെ പക്ക വ്യൂ ആണ്. പക്ക വ്യൂ എന്ന് പറഞ്ഞാൽ പക്ക വ്യൂ. കാണുന്നവർ ചൂണ്ടയിട്ടുണ്ടിരിക്കുകയാണ്. അവർക്ക് എന്തായാലും നല്ല നല്ല കിടിലും മീനുകൾ കിട്ടും, ഉറപ്പാണ്. നമുക്ക് ചൂണ്ടയിടേണ്ട അവിടെ പോകാൻ പറ്റുമോ എന്തോ. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ കടലൊക്കെ ഭയങ്കര ശാന്തമാണ്. കാരണം നോക്കണം,
എന്തോ സംഭവം എന്ന് പറഞ്ഞോട് ഇതെന്തോ നണ്ടാ ഇത് നിനക്കറിയാമോ ഈ സംഭവം കെട്ടിയിട്ടെങ്ങനെ എൻ്റെ കാര്യം? എനിക്ക് പറഞ്ഞുകൂടാ. ഇവിടെ 3-4 എടുത്ത് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നണം ഐ തിങ്ക് എന്തോ വലിയൊരു സംഭവം വരയുന്നുണ്ട് അല്ലേ? എന്തോ പാർക്ക് സെറ്റപ്പാ അങ്ങനെ എന്തോ സംഭവമാണ്. നല്ല പക്ഷേ കൊള്ളാം. അതൊക്കെ വന്നാൽ അടിപൊളിയായിരിക്കും. അതുകൊണ്ട് അവർ ഇൻട്രോ എടുക്കും.